മലയാളം സർവകലാശാല യൂണിയൻ സെനറ്റ് ഇലക്ഷനിൽ മുഴുവൻ സീറ്റിലും എസ്.എഫ്.ഐ എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. എം.എസ്.എഫ് സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CPI മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇലക്ഷൻ നടത്തണമെന്നും കോടതി. ഇവരുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ എസ്.എഫ്.ഐ എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കി കഴിഞ്ഞത്? സുരേഷ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ 9 ജനറൽ സീറ്റുകളിലും 11 അസോസിയേഷൻ സീറ്റുകളിലും സെനറ്റിലേക്കുമാണ് എസ്.എഫ്.ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഉത്തരവിട്ടിരിക്കുന്നത്. മുഴുവൻ സീറ്റിലും എസ്.എഫ്.ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത്. നാമനിർദ്ദേശ പത്രിക തള്ളിയത് അത് മതിയായ കാരണങ്ങളില്ലാതെയാണ് വിലയിരുത്തലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്താതെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ പാടില്ല എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഹർജിക്കാരുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ഒരാഴ്ചയ്ക്കകം പുതിയ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കണം. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക, അതായത് ഹർജിക്കാരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്താതെയാണ് നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവിലും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നാമനിർദ്ദേശ പത്രിക തള്ളുവാനായിട്ടുള്ള ഒരു ശ്രമം എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലും ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഹർജിക്കാരുടെ അടക്കം നോമിനേഷനുകൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി പട്ടിക ഒരാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കണം. അതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.